മാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമാ രംഗത്ത് നിന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും പലതരം വെളിപ്പെടുത്തലുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അതൊന്നും ഒട്ടും ചലനമുണ്ടാക്കാതെ പോയിട്ടില്ല. കേസുകളിൽ എന്തായി എന്നെങ്കിലും കുറഞ്ഞപക്ഷം അതിനൊരു മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിച്ചയാളെ 24 മണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നത് സിനിമാ മേഖലയെ പോലെ രാഷ്ട്രീയ മേഖല ചോദ്യം ചെയ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ശക്തി പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നത് കൊണ്ടായിരിക്കുമോ? എന്നുള്ള ഒരു മൂഢവിശ്വാസത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്രയും കാലവും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഇനിയും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എന്താ പറയാ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കുന്നതിലുള്ള ഒരു അവസ്ഥ കൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലൂടെ 2017 ഒരു നടി ആക്രമിക്കപ്പെടുകയും WCC ഉണ്ടാവുകയും അതിന്റെ കൂടെ ആളുകൾ നിൽക്കുകയും കമ്മിറ്റി ഉണ്ടാവുകയും റിപ്പോർട്ട് 4 വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരികയൊക്കെ ചെയ്ത് ഇതുവരെ ഇല്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. ഇപ്പം ഒരു MLA രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇടതുപക്ഷത്തെ ഒരു MLA രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നവരും അതിന്റെ നാഷണൽ ലീഡേഴ്സ് വരെ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും സ്വീപ്പിംഗ് ആയിട്ടുള്ള ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സിനിമയിൽ മാത്രം നിൽക്കൂല, മറ്റു മേഖലകളിലേക്കും തീർച്ചയായിട്ടും അത് കടക്കും. ആദ്യം കടന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ അകത്തേക്കാണ്. സ്വാഭാവികമാണത്. കാരണം ഒരുപക്ഷെ സിനിമ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നമ്മൾ സംശയിക്കുന്ന, പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള മേഖല, രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇത് CPM-കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള ആളുകളോ പറയുന്നല്ല. പറഞ്ഞ ആളുകളുടെ പേര് നമുക്കറിയാം. പത്മജ വേണുഗോപാൽ ഇതേ അപർണയോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശോഭന ജോർജ് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലതിക സുഭാഷ് പറഞ്ഞിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് കൊല്ലം സീറ്റ് നിഷേധിച്ച സമയത്ത് അവർ പറഞ്ഞിരുന്നത് KPCC ഓഫീസിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുണ്ട്, ഞാനും ഇപ്പൊ പറയും എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് സീറ്റ് കിട്ടിയത്. അപ്പോഴൊക്കെ ഈ സാധനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. K മുരളീധരനെ പറ്റി എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് നമുക്കറിയാം. പക്ഷെ അന്നൊക്കെ ഇത് ഒരു അക്യൂസേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയും, പക്ഷെ ഇപ്പം കാലാവസ്ഥ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ആളുകൾ ഇതിനെപ്പറ്റി കേൾക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇനി സിമി റോസ്ബെലിന്റെ ആ ഇന്റർവ്യൂ ഞാൻ കംപ്ലീറ്റ് കണ്ടു. അതിലൊരു സീനിയർ കോൺഗ്രസ് നേതാവിന്റെ, ഒരു ടിപ്പിക്കൽ സീനിയർ കോൺഗ്രസ് നേതാവിന്റെ എന്താ പറയാ പതിവ് പരാതികൾ അതിന്റെ അകത്തുണ്ട്, ഒരു ഭാഗം വരെ. കാരണം ഞാൻ വളരെ സീനിയർ ആണ്, എന്നെക്കാളും ജൂനിയർ ആളുകളാണ് മുന്നിൽ വന്നിട്ടുള്ളത്, ഇവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർ മാരാരിക്കുളത്ത് മത്സരിച്ചിട്ടുണ്ട്, PSC മെമ്പർ ആയിരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിനേക്കാളും അക്കോമഡേഷൻ കിട്ടണമായിരുന്നു, പാർലമെന്റിൽ വരണമായിരുന്നു, മന്ത്രി ആവണം എന്നൊക്കെ അവരുടെ ടിപ്പിക്കൽ മോഹങ്ങൾ ഏതൊരു കോൺഗ്രസ്സുകാരനെയും, ഒരു കരിയറിസ്റ്റായ കോൺഗ്രസ്സുകാരനെയും പോലുള്ള പതിവ് പരാതികൾ അവർ പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവരായിക്കോട്ടെ. പക്ഷെ അതിനുശേഷം അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപർണയുടെ കൃത്യമായ ചോദ്യത്തിന് മറുപടി ആയിട്ട് കാസ്റ്റിംഗ് കൗച്ച് എന്ന് നിങ്ങൾ സിനിമയിൽ പറയുന്നത് പോലെ ഉള്ള സംഗതി അതേപോലെ കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട്. അവർക്ക് അനുഭവമില്ല എന്ന് അവർ പറയുന്നു, പക്ഷെ അനുഭവമുള്ളവർ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്രയും പറയുമ്പം അവരെ കൂടുതൽ കേൾക്കുകയും എന്താണത് എന്ന് അന്വേഷിക്കുകയും ചെയ്യാനുള്ള ഒരു ബാധ്യത ഏത് സംവിധാനത്തിനുമുണ്ട്. പക്ഷെ കോൺഗ്രസ് ചെയ്യുന്നത് AMMA ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ് വന്നപ്പോൾ ജനറൽ സെക്രട്ടറി രാജിവെച്ചിട്ട് പിന്നെ AMMA കൗൺസിൽ തന്നെ പിരിച്ചുവിട്ടിട്ട് ഓടിപ്പോയതുപോലെ, അങ്ങനെ ഓടിപ്പോയവരെ മലയാളികളെ മുഴുവൻ കൂകി വിളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവരെ അങ്ങോട്ട് പുറത്താക്കി കളയുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? AICC മെമ്പർ ആയിരിക്കുന്ന സമയത്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. പറയുന്ന സമയത്ത് അവർ AICC മെമ്പറാണ്, അവർ സീനിയറായ കോൺഗ്രസ് നേതാവാണ്. അതിനുശേഷം പുറത്താക്കിക്കൊണ്ടെന്നാണ് കാര്യം. പുറത്താക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് K സുധാകരൻ പറഞ്ഞതാണ് അതിന്റെ രസം, ഇതൊക്കെ ഞങ്ങൾ ദിവസവും കേൾക്കുന്നതാണ് എന്ന്. ഏതൊക്കെയാണ് ഇദ്ദേഹം ദിവസവും കേൾക്കുന്നത്? ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പൊസിഷൻ കൗച്ച് കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് ഇദ്ദേഹം ദിവസവും കേൾക്കുന്നതാണെന്നാണോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്, ഇതൊക്കെ ഞങ്ങൾ ദിവസവും കേൾക്കുന്നതാണ്, ഈ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. ഈ പറയുന്ന K സുധാകരൻ മോൺസൺ മാവുങ്കലിന്റെ കൂട്ടുപ്രതിയാണെന്നുള്ളത് നമുക്കറിയാം. മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് K സുധാകരൻ എത്തിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട സിനിമയിലെ നടികളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസ് നേരിടുകയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവ്. അപ്പം കോൺഗ്രസിന് ഇതിന്റെ അകത്ത് ഒളിച്ചോടാൻ പറ്റില്ല. ഈ ചെയ്തിരിക്കുന്നത് മഹാവിഡ്ഢിത്തമാണ്, മഹാ അബദ്ധമാണ്. കാരണം
കൃത്യമായ തെളിവുകളില്ലാതെ ഈ പൊസിഷനിൽ നിൽക്കുന്ന സിമിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരനുഭവങ്ങളുള്ള പെൺകുട്ടികൾ, നേതാക്കൾ, നിരാശരായ നേതാക്കൾ, വനിതാ നേതാക്കൾ വന്ന് തെളിവ് പറയുകയോ അവരിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അവരുടെ ഐഡന്റിറ്റി, അവരുടെ പ്രൈവസി, അവരുടെ എന്താ പറയാ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ പറയാനും പരാതിപ്പെടാനുള്ള അവസ്ഥ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ആ നിയമം അനുശാസിക്കുന്നുണ്ട്. ആ രീതിയിൽ അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ മൊത്തം കുഴപ്പത്തിലാവും എന്നുള്ളതാണ്. വി ഡി സതീശന്റെ പേര് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പവർ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നേതാക്കന്മാരാവുന്ന എല്ലാ ആൾക്കാരുമായിട്ട് വി ഡി സതീശന് അവിശുദ്ധ ബന്ധമുണ്ട് എന്നല്ല അതിനർത്ഥം. പക്ഷേ ആ പവർ ഗ്രൂപ്പിനകത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ നേരെയുള്ള മോശമായ പെരുമാറ്റങ്ങളും ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു. ചില പേരുകളൊക്കെ അവരുടെ ചില എന്താ പറയാ അവരുടെ ചില പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യമോ നിരാശയോ വെച്ചിട്ടായിരിക്കാം. രമേശ് ചെന്നിത്തലയെ പറ്റി അവർ വളരെ നല്ല കാര്യമാണ് പറയുന്നത്. പി ടി തോമസിനെ പറ്റി നല്ല കാര്യമാണ് പറയുന്നത്. പത്മജ ചേച്ചി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് അവസരങ്ങൾ നിഷേധിച്ച ആളുകൾക്കെതിരെ അവർ മോശം പറയുന്നുണ്ട്. അതൊക്കെ പക്ഷെ മറ്റ് സ്ത്രീകൾക്കും ജൂനിയർ ആയിട്ടുള്ള സ്ത്രീ പ്രവർത്തകർക്കും സ്ത്രീ നേതാക്കന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം അവരെ പുറത്താക്കിയാൽ ഇല്ലാതാവില്ല എന്ന് തിരിച്ചറിയാനുള്ള മിനിമം ലീഗൽ സെൻസ് എങ്കിലും സീനിയർ ലോയർ ആയിട്ടുള്ള വി ഡി സതീശൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം നമുക്കറിയാം എത്ര ചാനലുകൾ എത്ര പത്രങ്ങളിൽ